പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ചില്ലുവിൻ്റെ കൃഷി ഈ കഥ കേൾക്കൂ. ചില്ലാരിക്കാട്ടിലെ അണ്ണാൻകൂട്ടത്തിൻ്റെ പൊന്നോമനയായിരുന്നു ചില്ലു. അവൻ കൂട്ടുകാരോടൊപ്പം നാട്ടിൽ വിനോദയാത്രയ്ക്ക് പോയി മടങ്ങുമ്പോൾ മനുഷ്യർ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നത് കണ്ടു. അത് കണ്ടു മനസ്സിലാക്കിയ ചില്ലു കാട്ടിൽ വന്ന് അച്ഛനോടും മറ്റ് ബന്ധുക്കളോടും പറഞ്ഞു, കാട്ടിലെ ക്ഷാമമകറ്റിടുവാൻ കൂട്ടുചേർന്നൊന്നു ശ്രമിച്ചിടണം. നെല്ലും ഫലങ്ങളും പച്ചക്കറികളും കാട്ടിൽ നമുക്കു കൃഷി ചെയ്യണം. പറ്റുന്നത്ര പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നെല്ലും കൃഷി ചെയ്യാൻ ചില്ലു കാട്ടിലുള്ളവരെ ഉത്സാഹിപ്പിച്ചു. പിങ്കുമുയലും ചിക്കു എലിയും കൂട്ടുകാരും ചേർന്ന് നിലമൊരുക്കി. മിന്നാരിത്തത്തയും കൂട്ടുകാരികളും ആവശ്യത്തിന് വിത്തുകൾ കൊണ്ടുവന്ന് നൽകി. അവർ ഒരുമിച്ച് വെള്ളവും വളവും ചപ്പും ചവറും എല്ലാം ഇട്ടു. കീടങ്ങളെ ഓടിച്ച് എല്ലാവരും ചെടികളെ സ്നേഹത്തോടെ പരിപാലിച്ചു. ചെടികൾ വളർന്ന് പൊന്തി ഫലം നൽകി. ധാന്യങ്ങളും വിത്തുകളും കായ്കളും അവർ സൂക്ഷിച്ചു വച്ചു. പഴങ്ങൾ ഇഷ്ടം പോലെ എല്ലാവർക്കും നൽകി. നാളുകൾ കഴിഞ്ഞു. കാട്ടിൽ വരൾച്ച വന്നു. കാടായ കാടെല്ലാം വാടിപ്പോയി, ഇലകൾ കൊഴിഞ്ഞു, മരങ്ങൾ നിന്നു. എങ്ങും വരൾച്ചയും ക്ഷാമവുമായി കാട്ടുമൃഗങ്ങൾ വലഞ്ഞുപോയി. ചില്ലാരിക്കാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വരൾച്ച ഉണ്ടായപ്പോഴും ചില്ലുവിൻ്റെ പ്രദേശത്ത് സമൃദ്ധിയായിരുന്നു. ചില്ലു സൂക്ഷിച്ചു വച്ച ധാന്യങ്ങളും പഴങ്ങളും കഴിച്ച് സന്തോഷത്തോടെ അവർ പാടി. കാട്ടിൽ കൃഷിശീലം കൊണ്ടുവന്ന കൂട്ടുകാരാ, നിനക്കാശംസകൾ. കാടു മുഴുവൻ കൃഷി വളർത്താൻ നിന്നെ കൊണ്ടാവട്ടെ ചങ്ങാതി, നിന്നെ കൊണ്ടാവട്ടെ ചങ്ങാതി. അത് കേട്ട് ചിക്കു സന്തോഷത്തോടെ പുഞ്ചിരിച്ചു.